സൂഫി കഥകൾ ലോകത്ത് വളരെ പ്രശസ്തമാണ്. ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് ദർശനങ്ങളും ഒരുപാട് ചിന്തകളും കൊടുക്കുന്ന കൊച്ചു കൊച്ചു കഥകളാണ്. അതിലൊരു കഥയാണ് ഇന്ന് എൻ്റെ ചിന്താവിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയം ഒരു വലിയ രാജാവിൻ്റെ ഒരു വലിയ കൊട്ടാരത്തിൽ ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ സത്രത്തിൽ ഒരു മുറി തരാവും. സ്വാഭാവികമായിട്ട് രാജാവ് ക്ഷുഭിതനാവും. കാരണം അത്ര വലിയൊരു കൊട്ടാരത്തെ അദ്ദേഹം പണിതുയർത്തിയിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്ക് ഈ സത്രത്തിൽ മുറി തരാവും. അദ്ദേഹത്തെ അപമാനിച്ചതിന് തുല്യമായി അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ദേഷ്യമാണ്. അദ്ദേഹം വളരെ കുടിനായി ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ വലിയ കൊട്ടാരം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിനൊരു സത്രം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും? നിങ്ങൾ എന്നെ മനഃപൂർവ്വം കളിയാക്കരുത്. ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എത്ര നാൾ ജീവിച്ചത്? രാജാവ് പറഞ്ഞു, അദ്ദേഹം 76 കൊല്ലം. എൻ്റെ കണക്ക് പറഞ്ഞു, ഞാൻ കൃത്യം മറന്നുപോയി. 76 കൊല്ലം ജീവിച്ചു. നിങ്ങൾ ഗ്രാൻഡ് ഫാദറെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര നാൾ അദ്ദേഹം ജീവിച്ചു? അദ്ദേഹം ഇതുപോലെ 80-85 വയസ്സ് മറ്റു ജീവിച്ചു. നിങ്ങളുടെ ഫാദർ ഈ കൊട്ടാരത്തിൽ വസിച്ചിട്ടുണ്ട്. പറഞ്ഞു, എൻ്റെ ഫാദർ ഈ കൊട്ടാരം ഞാൻ പണിയുന്നത് കണ്ട് അതീവ സന്തോഷമായിരുന്നു. അദ്ദേഹം ഇവിടെ വസിച്ചിട്ടുണ്ട്. ഇവിടെയാണ് അദ്ദേഹം മരിക്കുന്നത്. എത്ര വർഷം അദ്ദേഹം ഇവിടെ ജീവിച്ചു? ഈ ലോകത്ത് ജീവിച്ചു. അദ്ദേഹം ജീവിച്ചത് 92 വയസ്സായി. 92 വർഷം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താണ് ഈ തരം കണക്കുകൾ ചോദിച്ചത്? ഞങ്ങളുടെ രാജപരമ്പരയെ കുറിച്ച് നിങ്ങൾ എത്ര കുറച്ച് കാണുകയാണ് ചെയ്തത്? മഹാരാജാവിനോട് വളരെ വിനയാനിതനായി പറഞ്ഞു, സത്രം എന്ന വാക്കിന്റെ അർത്ഥം വഴിയമ്പലമെന്നാണ്. കയറി ഇറങ്ങി പോകുന്നു. അവിടെ കയറുന്നു, കുറച്ച് വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസം താമസിക്കുന്നു, പിന്നെ അവിടുന്ന് പോകും. മഹാരാജാവിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഗതിയും ഇത് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വലിയ കൊട്ടാരം പറഞ്ഞിട്ട് നിങ്ങളുടെ ആയുഷ് എന്താ പറയുക അനന്തത വരെ വസിക്കുകയാണ്. അനന്തത വരെ വസിക്കുന്നു. പക്ഷെ നിങ്ങൾക്കും ഒരു സത്രത്തിലെ ഒന്നും പോലെ കുറച്ച് കാര്യം ഇവിടെ തന്നിട്ടുള്ളൂ. ചിലത് ആ കാലത്ത് നീണ്ടു കാണും, ചിലരുടെ കാലത്ത് കുറച്ച് കാണാൻ സാധിക്കുള്ളൂ. കാരണം സമയത്തിന്റെ അളവ് മനുഷ്യൻ അളക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചത്. ചിലർക്ക് 90 വയസ്സ് 95 വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട ആയുസാണ്. ചിലരെ പക്ഷെ സൃഷ്ടാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ആ സൃഷ്ടാവിന്റെ ദൃഷ്ടിയിൽ ഒരു നിമിഷത്തിന്റെ ദൈർഘ്യം പോലും ഇല്ല. അതാണ് സമയത്തിന്റെ അളവിന്റെ പ്രത്യേകത. സമയത്തെ നമ്മൾ എങ്ങനെ കാണുന്നതിനെ ആശ്രയിച്ചു. അപ്പൊ നിങ്ങളും ഇവിടെ കയറി ഇറങ്ങിപ്പോകുന്ന ആൾ മാത്രമാണ്. ഏറിയാണ് നിങ്ങളും 100 വയസ്സ് കാണിച്ചു. ഇനി അടുത്തത് നിങ്ങളുടെ പിന്നാലെ വരുന്ന തലമുറക്കാരാണ്. അപ്പൊ നിങ്ങൾ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എന്ന് കരുതുന്ന ഇത് നിങ്ങളുടേതല്ല. നിങ്ങൾക്കിത് കൊണ്ടുപോകാനും പറ്റില്ല. രാജാവ് കുറച്ചു നേരം ഗാഠമായി ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. ഈ പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചും മനസ്സിലാക്കി. ഒരു കാര്യം രാജാവിന് മനസ്സിലായി, ഇത് സത്യം തന്നെയാണ്. എത്ര വലിയ കൊട്ടാരവും എത്ര വലിയ പൊസഷൻസും നമുക്കൊണ്ട് നമ്മൾ കരുതിയാലും അതെല്ലാം നമ്മുടെ കയ്യിലൂടെ കയറി ഇറങ്ങിപ്പോകുന്ന താൽക്കാലികത മാത്രം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നാം കൈവശം വെച്ചിരിക്കുന്നത് മാത്രമാണ്. ഇക്കാലത്തേക്ക് നമ്മൾ അതിലൂടെ ഇട്ടിട്ട് പോകും. അപ്പോൾ കുറച്ചു കാലം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുവോ, അല്ലെങ്കിൽ കുറച്ചു കാലം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു, കുറച്ചു കാലം നമ്മൾ അനുഭവിക്കുന്നതായ കാര്യത്തെക്കുറിച്ച് എന്തിന് നമ്മൾ ഇത്ര വലിയ ആശങ്കപ്പെടുന്നു, ഇത്ര വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു, ഇത്ര വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു, കേസുകളുണ്ടാക്കുന്നു, വഴക്കുകൾ ഉണ്ടാക്കുന്നു? നമുക്ക് ആർക്കും ഇവിടെ ശാശ്വതമായ ഭവനമില്ല. ശാശ്വതമായ ഭവനം ഇവിടെയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഈ താൽക്കാലിക ഭവനത്തിലെ വാസത്തെക്കുറിച്ചും ഈ താൽക്കാലിക വാസത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും ഈ താൽക്കാലിക വാസത്തിൽ നാം കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ വാരിക്കൂട്ടുന്ന അല്ലെങ്കിൽ പിടിച്ചു പറിച്ചെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കണം, ഇത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഞാൻ ഒരു സത്രത്തിൽ മാത്രമാണ് തിരിച്ചത്. ആ തിരിച്ചറിവ് നമ്മെ നന്മയിലേക്ക് നയിക്കട്ടെ, സ്നേഹത്തിലേക്ക് നയിക്കട്ടെ, അനുരഞ്ജനത്തിലേക്ക് നയിക്കട്ടെ, ക്ഷമയിലേക്കും ഒരു കൂട്ടായ്മയിലേക്കൊക്കെ നയിക്കട്ടെ. നമ്മൾ ഇവിടെ ഈ ലോകത്ത് ഒരു സത്രത്തിൽ മാത്രമാണ്. കുറച്ച് നാളായി നമ്മളിവിടെ ഉണ്ട്. അധികം വൈകാതെ നമ്മളിവിടുന്ന് പോയേ മതിയാവും. അത് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരിടും.